ഹലോ, ഞാൻ കിരൺ രാജ് 1494. നമുക്കൊരു ഹോണ്ട ഡിയോ കിട്ടിയിട്ടുണ്ട്. ഹോണ്ട ഡിയോയുടെ പണിയെന്ന് പറഞ്ഞാൽ കേബിൾ മാറണം, ബ്രേഷ് മാറണം. ഇതിൻ്റെ പണി ഇന്ന് ഏകദേശം ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. വണ്ടി ഹോണ്ട ഡിയോയാണ്. അതിൻ്റെ ബ്രേക്ക് നിൽക്കില്ലെന്നാണ് കംപ്ലൈൻറ്റ് കാണുന്നത്. എന്തിനാണെന്ന് ഞാൻ നോക്കിയപ്പോൾ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത് കേബിളും ബ്രേഷും പോയിരിക്കുകയാണ്. എല്ലാത്തരം വണ്ടിയിലും കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഇതേ പുള്ളിയാണ്. ബ്രേക്ക് അപ്പോൾ ഉള്ളത് അപ്പോൾ ചെക്ക് ചെയ്ത് വർക്ക്ഷോപ്പിലോ കമ്പനിയിലോ കാണിച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രേക്ക് കേബിൾ മാറണം, ബ്രേഷ് മാറണം. എഞ്ചിൻ ഓയിൽ പോയിരിക്കുകയാണ്. എഞ്ചിൻ ഓയിൽ ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെയാണ് നമുക്ക് നോക്കാം. എഞ്ചിൻ ഓയിൽ ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് നോക്കാം. നോക്കിയിട്ട് അതെന്തെങ്കിലും ചെയ്യാം. അപ്പം ഇതിൻ്റെ ഇതെല്ലാം കേബിളെല്ലാം മാറ്റിയ ശേഷം നമുക്ക് ഒന്ന് സർവീസിന് കൊടുക്കണം. ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറണത്, കേബിളെല്ലാം മാറണത് ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഗിയർ ഓയിൽ ചേഞ്ച് ആവാൻ സമയം കഴിഞ്ഞു. അപ്പോൾ ഗിയർ ഓയിൽ ഞാൻ നേരത്തെ ചോട്ട് കിട്ടായിരുന്നു. അപ്പോൾ ഗിയർ ഓയിൽ ഇതാണ് കണ്ടീഷൻ. ഗിയർ ഓയിൽ കഴിയാനുള്ളത്. അപ്പോൾ ഗിയർ ഓയിൽ നേരത്തെ കൂടി മാറ്റാൻ ഏറ്റവും ഒരു 3 ഓയിൽ മാറ്റി കഴിഞ്ഞാൽ ഉടനെ ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റാൻ സമയമെങ്കിൽ മാറ്റി വിടണം. ഇല്ലെങ്കിൽ ലെവൽ ആയിരിക്കും. ലെവൽ കുറഞ്ഞാൽ ഗിയർ ബോക്സിൻ്റെ എല്ലാ സാധനം പോകാൻ ചാൻസ് ഉള്ളതാണ്. നിങ്ങൾ ഗിയർ ഓയിൽ എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് നല്ലതായിരിക്കും. ഗിയർ ഓയിൽ ചെക്ക് ചെയ്ത് മാറ്റി വിടുന്നതാണ് ഏറ്റവും നല്ലത്. 3 ഓയിൽ കഴിയുമ്പോൾ ചെക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ചെക്ക് ചെയ്താൽ അത്രയും നിങ്ങൾക്ക് നല്ലത്. നമുക്ക് ഇനി ബ്രേക്ക് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാം. ബ്രേഷ് പോയിട്ടുണ്ട്, ബ്രേഷ് മാറ്റിയിട്ടുണ്ട്. അത് ഈ കാര്യം എടുത്ത് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറി നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. എഞ്ചിൻ ഓയിൽ നമുക്ക് പൈസ പോയി കഴിഞ്ഞാൽ ആ വണ്ടി കിട്ടുന്നത് നമുക്ക് ഡെലിവറി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഓയിൽ മാറാൻ സമയം. ഇതിൽ ഈ ഡിക്ക് വരുന്നത് ചില പഴയ ഡിക്ക് വന്നത് 17 എത്താം. ഇതിന് പറഞ്ഞത് ഒരു മോഡലിൻ്റെ 12 ഡി വെച്ച് കിടക്കാം. ഇത് ബോക്സിൽ കിടക്കാം. എങ്ങനെയാണ് ചെയ്യാം. ഇതിൻ്റെ കീ കാണാൻ ഏറ്റവും നല്ലത്. ഇത് നമുക്ക് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ കിടക്കാൻ പറ്റും. നല്ല ടൈറ്റാണെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്ത് ഇറക്കിയാൽ മാത്രം മതി. അത് ഇറക്കണമെങ്കിൽ ഇങ്ങനെ ചിലത് ലൂസായിരിക്കും. അങ്ങനെ ടൈറ്റല്ലാതെ ഒരു മീഡിയം ടൈറ്റ് ആയിരിക്കും വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഓയിൽ മാറാൻ സമയം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓയിൽ മാറ്റി കൊടുക്കാം. സമയം കഴിഞ്ഞു. ഇതിൻ്റെ ഓയിൽ മാറ്റാൻ ഇനിയും സമയം കഴിഞ്ഞു. നമ്മളെ എഞ്ചിൻ ഓയിൽ മാറിയിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ലെവലും ആയിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ ലെവല് പുതിയത് വീഴ്ത്തിയിട്ടുണ്ട്. പുതിയത് വീഴ്ത്തി മാറ്റിയിട്ടുണ്ട്. പഴയ കളർ ഇതാണ്. പഴയ കളർ ഇങ്ങനെയാണ് പഴയ കളർ ഇരിക്കുന്നത്. പുതിയത് ഇങ്ങനെ വരും. ഇതിൻ്റെ ടോപ്പ് ഇതുവരെ വരുള്ളൂ.